നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2025 ഡിസംബർ 21 മുതൽ 27 വരെയുള്ള ആഴ്ച വാരഫലമാണ് ഞാൻ പറയുന്നത്. 2021 മുതൽ 27 വരെയുള്ള ആഴ്ച വാരഫലം. ഈ ആഴ്ചയിൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ആഴ്ചയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു ചാർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഈ ആഴ്ചയിലെ ഞാൻ ഈ പറയുന്ന വാരഫലത്തിന്റെ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ ചാർട്ട്. ഇവ രാശിചക്രത്തിൽ ഗ്രഹങ്ങൾ ഈ ആഴ്ചയിൽ എവിടെയെല്ലാമാണ് നിൽക്കുന്നതെന്ന് നോക്കാം. ഇത് രാശിചക്രമാണ്. ഈ 12 രാശികളുണ്ട്. ഈ രാശിചക്രത്തിൽ 12 രാശികളാണ് ഉള്ളത്. ഈ 12 രാശിയിൽ പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളാണ് നമ്മൾക്ക് ഗോചരഫലം കൂടുതൽ തരുന്നത്. അതാരൊക്കെയാണ്? വേഴം, ഒന്ന് ശനി, ഒന്ന് ശനി, ഒന്ന് രാഹു, ഒന്ന് കേതു. മറ്റ് ഗ്രഹങ്ങളും നമുക്ക് തരും, ഗോചരഫലം തരും. എന്നാൽ ഇവരാണ് കൂടുതൽ ഫലം. ഈ 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് നമുക്ക് കൂടുതൽ ഗോചരഫലം തരുന്നത്. ഈ ഗ്രഹങ്ങൾ ഇപ്പൊ എവിടേക്കാണ് നിൽക്കുന്നതെന്ന് നോക്കാം. ഈ 4 ഗ്രഹങ്ങൾ, അതായത് ഇത് മിഥുനൻ രാശിയാണ്. ഈ മിഥുനൻ രാശിയിലാണ് ഇപ്പൊ വേഴം നിൽക്കുന്നത്. വേഴം എന്ന് പറഞ്ഞാൽ ഗുരു. ആ ഗുരുവിന്റെ ഷോർട്ട് ഫോമാണ് ഗു എന്ന് എഴുതിയിരിക്കുന്നത്. മിഥുനൻ രാശി. ഇത് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ ശനി നിൽക്കുന്നേ. ശനി മന്ദൻ എന്നാണ് വിളിക്കുന്നത്. ജ്യോതിഷപ്രകാരം ശനിനെ മന്ദൻ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് മാ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ സർപ്പം, അതായത് രാഹു. രാഹു നിൽക്കുന്നത് ഈ കുംഭൻ രാശിയിലാണ്. രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിൽ. ചിങ്ങൻ രാശിയിലാണ് കേതു നിൽക്കുന്നത്. കേതു ഷി എന്ന് എഴുതിയിട്ടുണ്ട്. ശിഖി, അതായത് കേതുവിനെ ശിഖി എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പൊ ഓരോ ഗ്രഹങ്ങളും ഓരോരോ രാശികളിൽ നിൽക്കുന്നു. അപ്പൊ വേഴം നിൽക്കുന്നത് എവിടെയാണ്? മിഥുനൻ രാശിയിൽ. ഈ ബുധന്റെ ക്ഷേത്രത്തിലാണ് വേഴം നിൽക്കുന്നത്. ഈ ബുധന്റെ ക്ഷേത്രമാണ് ഇത്. ഈ മിഥുനൻ രാശിയിലാണ് വേഴം ഇപ്പോ നിൽക്കുന്നത്. മറ്റൊന്ന് ശനിയാണ്. ശനി നിൽക്കുന്നത് ഇത് വേഴത്തിന്റെ രാശിയിലാണ്. ഇത് മീനൻ രാശിയാണ്. മീനൻ രാശിയിലാണ്. വേഴത്തിന്റെ രാശിയാണ് മീനൻ രാശി. ആ മീനൻ രാശിയിലാണ് ശനി ഇപ്പൊ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് ശനിയുടെ രാശിയാണ്. ഈ കുംഭൻ രാശി, അതായത് മകരവും കുംഭവും ശനിയുടെ രാശിയാണ്. അപ്പൊ ശനിയുടെ രാശിയിലാണ് ഇപ്പൊ രാഹു നിൽക്കുന്നത്. രാഹു എന്ന് പറയുന്ന സർപ്പം. അതുകൊണ്ടാണ് സ എന്ന് എഴുതിയേക്കുന്നത്. അതുകൂടാതെ ഇത് ചിങ്ങൻ രാശിയാണ്. ഈ ചിങ്ങൻ രാശിയിലാണ് കേതു നിൽക്കുന്നത്. കേതുവിനെ ശിഖി എന്ന് പറയും. ചിങ്ങൻ രാശിയിലാണ് കേതു നിൽക്കുന്നത്. അപ്പോ ഇപ്പോൾ വേഴം മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും നിൽക്കുന്നു. ഇതെല്ലാം ഓരോ ഗ്രഹങ്ങളുടെ രാശികളിൽ ഇവർ മാറി മാറി നിൽക്കുന്നു. അപ്പൊ അതനുസരിച്ചുള്ള വാരഫലമാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഓരോ രാശികളിലും ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ ഈ വാരഫലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുമെന്ന് സവിസ്തരം നമ്മൾക്ക് നോക്കാം. ഞാൻ പറയുന്നത് ആദ്യം തന്നെ മേടക്കൂറിന്റെ ആഴ്ചഫലമാണ് ആദ്യം പറയുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹായം കിട്ടാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരും ഈ ആഴ്ചയിൽ.
ആഴ്ചയുടെ ആദ്യ പകുതി ഇവർക്ക് അനുകൂലമാണ്. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾക്ക് ചില കാലതാമസം ഉണ്ടാകാനും ഇടയുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ ഈ ആഴ്ചയിൽ ഇവർക്ക് കിട്ടാൻ ഇടയുള്ളതാണ്. പുതിയതായി തൊഴിലവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക്. ഈ രാശിയിൽ സാമ്പത്തികമായിട്ട് ഈ മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽ ഈ നക്ഷത്രക്കാർക്ക് രാശിഫലമായിട്ട് സാമ്പത്തികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ വീട്ടിൽ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ ഇവർക്ക് ഈ ആഴ്ചയിൽ അതിനുള്ള വീട്ടിലേക്ക് ആവശ്യമായ ഗ്രഹോപകരണങ്ങൾ ചിലത് വാങ്ങാൻ ഇടവരും. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ ഇടയുണ്ട്. അവർക്ക് ജോലിയിൽ പ്രമോഷനോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ കുടുംബാന്തരീക്ഷം സമാധാനപരമായി പോകുന്ന ഒരു ആഴ്ചയായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച അനുകൂലമായ 2 ദിവസങ്ങളുണ്ട്. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അനുകൂലമായത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ്. ഇനി ഇടവക്കൂറിന്റെ കാര്യം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, അര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് വളരെ നേട്ടങ്ങൾ ഈ ആഴ്ചയിൽ അവർക്കുണ്ടാകാം. മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുകയും ചെയ്യും. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച നല്ല ഫലം കിട്ടുന്ന ഒരു ആഴ്ചയാണ്. സാമ്പത്തികമായി അനുകൂലമായ ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. മംഗളകർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇവർക്ക് ഈ ആഴ്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ദാമ്പത്യപരമായി നല്ല ഐക്യമുണ്ടാവുന്ന ഒരു ആഴ്ചയാണ്. ഇവരെ സംബന്ധിച്ച് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ അനുകൂലമായ ദിവസങ്ങൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത്. ഇവർക്ക് ഈ ആഴ്ച ജോലി സ്ഥലത്ത് ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്. ഉത്തരവാദിത്തം പലതും ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ബിസിനസ്സുകാർക്ക് പുതിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടും വരും. പുതിയതായി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുകൂലമായ ഒരു സമയമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച. സാമ്പത്തികമായി വലിയ ഉയർച്ച എന്നാൽ ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാവുന്നതല്ല. സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നും ഇവർക്ക് കാണുന്നില്ല. അപ്രതീക്ഷിതമായ ചില യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ടും വരും ഈ ആഴ്ചയിൽ. വീട്, വാഹനം ഇതിനെല്ലാം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയുള്ള അവസരം ഇവർക്ക് വരാനിടയുണ്ട്. കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഈ ആഴ്ചയിൽ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായ 2 ദിവസങ്ങളുണ്ട്. ഒന്ന് ബുധനും ഒന്ന് വേഴവുമാണ്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇവർക്ക് അനുകൂലമായ ആഴ്ചയാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാൽ, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. തൊഴിൽ സംബന്ധമായി ഇവർക്ക് അനുകൂലമായ ഒരാഴ്ചയാണ് ഇവർക്ക്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ഈ ആഴ്ചയിൽ വന്നു ചേരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഇവർക്ക് ജോലി സംബന്ധമായി പ്രശംസ കിട്ടുന്ന
സമയമാണ് ഈ ആഴ്ച. ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഇവർ ആലോചിക്കുകയും ചെയ്യും. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കച്ചവട സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് തന്റെ ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ കച്ചവടത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ അവർ ആലോചിച്ചെന്നും വരും ഈ ആഴ്ച. സാമ്പത്തികമായ നില മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നിലയായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ വരുന്നത്. പൂർവികരിൽ നിന്നും കിട്ടേണ്ട ധനം കിട്ടാനും ഇടയുണ്ട്. ആഡംബര കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടതായിട്ടും വരും. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും. ഈ ആഴ്ച ഇവർക്ക് അനുകൂലമായ ദിവസം തിങ്കളും ചൊവ്വയുമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ജോലി സ്ഥലത്ത് ഈ ആഴ്ച ചില തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. സഹപ്രവർത്തകരുമായി ചില തർക്കങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കച്ചവടത്തിൽ ലാഭം കുറയാനാണ് സാധ്യത. കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ ലാഭം കുറയും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ച പരമാവധി ഇവർ ഒഴിവാക്കേണ്ടതാണ്. പിതൃസ്വത്ത് കാര്യത്തിൽ ഒരു തീരുമാനം ഈ ആഴ്ച ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്യും. സംസാരത്തിൽ മിതത്വം പാലിക്കണം, അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് തന്നെ ചില ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വാഹന സംബന്ധമായ കാര്യങ്ങൾ കാരണം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. ചില അപകടങ്ങൾക്ക് സൂചനയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം, കാലം ഈ നക്ഷത്രക്കാർ ഈ ആഴ്ചയിൽ വാഹനം ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഉദരരോഗത്തിന് ഇവർക്ക് ഇടയുണ്ട്. ഉദര സംബന്ധമായ ചില അസുഖം പിടിപെടാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഈ ആഴ്ച അനുകൂലമായ ദിവസം ഞായറാഴ്ചയും ബുധനാഴ്ചയുമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാര. ഇതാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരാഴ്ചയാണ്. കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും ഈ ആഴ്ചയിൽ. പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇവർ അതിൽ ഏർപ്പെടാൻ. പുതിയ ചില കാര്യങ്ങളിൽ ഇവർക്ക് ചിലപ്പോൾ ഏർപ്പെടേണ്ട അവസരം വന്നു ചേരാം. അപ്പൊ ആ പുതിയ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ പലവട്ടം ആലോചിച്ചതിന് ശേഷം അതിൽ ഏർപ്പെട്ടാൽ മതി. സാമ്പത്തിക നില സാധാരണ നിലയിൽ ആയിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ഒരു മിഡിൽ സ്റ്റേജിലായിരിക്കും. സാധാരണ നിലയിലാണ് സാമ്പത്തിക കാര്യങ്ങൾ ഈ ആഴ്ചയിൽ കടന്നു പോകുന്നത്. കുടുംബാവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കാനും ഇടയുണ്ട്. കുടുംബത്തിനു വേണ്ടി പണം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഇടയുണ്ട്. ഇവരെ സംബന്ധിച്ച് അനുകൂലമായ ദിവസം ബുധനും വെള്ളിയുമാണ്. ഇവരെ സംബന്ധിച്ച് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ നക്ഷത്രങ്ങൾ തുലാക്കൂറിലാണ് വരുന്നത്. ഉദ്യോഗസ്ഥർക്ക് ചില ശത്രുദോഷങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് അവരുടെ ഉദ്യോഗ സംബന്ധമായി ചില ശത്രുദോഷങ്ങൾ അവർക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. ജോലിയിൽ ചില അധികാരങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ ചില അധികാരങ്ങൾ ഇവരുടെ കൈവശം വന്നു ചേരും. ബിസിനസ് രംഗത്ത് എതിരാളികളെ നേരിടേണ്ടതായിട്ടും വരും. കച്ചവടക്കാരെ സംബന്ധിച്ചും ബിസിനസ്സുകാരെ സംബന്ധിച്ചും വ്യാപാരികളെ സംബന്ധിച്ചും ഒക്കെ
ഈ ആഴ്ചയിൽ അവർക്ക് ആ രംഗത്ത് ചില എതിരാളികളെ നേരിടേണ്ടതായിട്ട് വരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും. കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ അവസരം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കിട്ടാൻ ഇടയുണ്ട്. ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ദിവസം വെള്ളി, ശനി എന്നിവയാണ്. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന ആഴ്ചയാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ വന്നു ചേരുന്നത്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. സഹപ്രവർത്തകരുടെ സഹായം കിട്ടുന്ന ഒരാഴ്ചയാണ്. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപരമായി വരുന്ന ഒരാഴ്ചയാണ്. സാമ്പത്തികമായി സ്ഥിരതയുള്ള ഒരാഴ്ചയായിരിക്കും ഈ ആഴ്ച. സന്താനങ്ങൾക്കായി സമയം ചെലവഴിക്കാനായിട്ടും അവസരം വരുന്നതാണ്. മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരും ഈ ആഴ്ച. സംസാരത്തിൽ മിതത്വം പാലിക്കണം ഇവർ, അല്ലെങ്കിൽ ഇവരുടെ സംസാരം കൊണ്ട് ചില ശത്രുദോഷങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അപ്പൊ അതിൽ സംസാരത്തിൽ മിതത്വം പാലിച്ചും ഈ ആഴ്ച മുന്നോട്ട് പോകണം. പഴയ ചില സുഹൃത്തുക്കളെ കാണാൻ ഇടവരികയും ചെയ്യും ഈ ആഴ്ച. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ദിവസം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഇവർക്ക് അനുകൂലമായ ദിവസം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇവരെ സംബന്ധിച്ച് ജോലിസ്ഥലത്ത് ജോലിഭാരം കൂടുന്ന ഒരാഴ്ചയാണ്. കഠിന പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടാൻ കുറച്ച് താമസം വന്നു ചേരുകയും ചെയ്യും. സാമ്പത്തികപരമായി മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നിലയായിരിക്കും ഈ ആഴ്ച. വീട്, വാഹനം ഇവർക്ക് വേണ്ടി ധനം ചെലവാകുകയും ചെയ്യും. ഇവരുടെ കയ്യിൽ നിന്ന് വീടിനു വേണ്ടിയും വാഹനത്തിനു വേണ്ടിയും പണം ചെലവാകും. കുടുംബാന്തരീക്ഷം സമാധാനപരമായി മുന്നോട്ട് പോകുന്നതാണ്. മാതാവിന്റെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബന്ധുക്കളുമായി ഒത്തുചേരാനും ഈ ആഴ്ച ഇടവരുന്നതാണ്. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ദിവസങ്ങൾ വ്യാഴവും ഞായറുമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത്. നല്ല ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. നല്ല ആഴ്ചയാണ് ഈ മകരക്കൂറുകാർക്ക്. തൊഴിൽപരമായി പുരോഗതി ഉണ്ടാകുന്ന ആഴ്ചയാണ്. തൊഴിൽപരമായി പുരോഗതി ഉണ്ടാകും. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. നല്ല ധൈര്യം കിട്ടും, നല്ല ആത്മവിശ്വാസവും കിട്ടും. ഇവരെ സംബന്ധിച്ച് ചെയ്യുന്ന കർത്തവ്യങ്ങളിൽ അവർക്ക് നല്ല ഒരു ഉന്മേഷം കിട്ടുന്ന ഒരാഴ്ചയാണ്. അവരുടെ കർമ്മ രംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂലമാണ്. പുതിയതായിട്ട് സംരംഭങ്ങൾ തുടങ്ങാവുന്നതാണ്. മേലാധികാരികളിൽ നിന്നും ഇവർക്ക് സപ്പോർട്ട് കിട്ടും ഈ ആഴ്ചയിൽ. ഇവരുടെ മേലാധികാരികളിൽ നിന്നും സാമ്പത്തിക നില മെച്ചപ്പെട്ടതായിരിക്കും. കുടുംബപരമായി സന്തോഷാനുഭവങ്ങൾ കിട്ടുന്ന ഒരാഴ്ച കൂടിയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, അര, ചതയം, പുരുരുട്ടാതി, മുക്കാൽ. ഈ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത്.
സാമ്പത്തിക കാര്യത്തിൽ ഒരു കരുതൽ എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചില മോശാനുഭവങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകാനിടയുണ്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ ഈ ആഴ്ച ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ. ജോലിയിൽ ചില മാറ്റങ്ങൾ ഇവർക്കുണ്ടാകും ഈ ആഴ്ചയിൽ. ബിസിനസ് സംബന്ധമായ ഓർഡറുകൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ആഴ്ച. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അവർക്ക് പുതിയ ഓർഡറൊക്കെ കിട്ടും. ചെലവ് കൂടുന്ന ഒരാഴ്ചയാണ്. അതായത് വരുമാനത്തിൽ കൂടുതൽ ചെലവ് വരുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ജാമ്യം നിൽക്കരുത്, കടം കൊടുക്കരുത്. ഈ ആഴ്ച ഒട്ടും അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് കെണിയായിട്ട് വരും. ജാമ്യം നിന്നാൽ അതൊരു കെണിയായി മാറും. കടം കൊടുത്താൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ സാധ്യത കിട്ടിയില്ല എന്നും വരും. ജീവിത പങ്കാളിയിൽ നിന്ന് മാനസികമായ ഒരു പിന്തുണ കിട്ടുന്ന ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പോരൂരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച തൊഴിൽ രംഗത്ത് അനാവശ്യമായ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും വിമർശനം ഇവർക്ക് കേൾക്കേണ്ടതായിട്ടും വരും. മാനസികമായ ക്ലേശങ്ങൾ ഇവർക്കുണ്ടാകും. പുതിയ പ്രവർത്തനങ്ങൾക്ക് ഈ ആഴ്ച അത്ര അനുകൂലമല്ല. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. പിതാവിന്റെ സ്വത്ത് സംബന്ധമായി ചില തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവിടെ കുടുംബ കലഹത്തിന് സാധ്യതയുണ്ട്. കഴിയുന്നതും അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ അനുകൂലമായ ദിവസം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ആഴ്ച ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പം മേടം രാശി മുതൽ മീനൻ രാശി വരെയുള്ള ആ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ആഴ്ച വാരഫലം അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.